തിരുവനന്തപുരം കിളിമാനൂർ തട്ടത്ത് മലയിൽ അപകടത്തിൽപ്പെട്ട് ഇന്ധനച്ചോർച്ചയുണ്ടായ ടാങ്കർ ലോറി മാറ്റാൻ വൈകുന്നതിൽ നാട്ടുകാർക്ക് പ്രതിഷേധം. അപകടമുണ്ടായി 12 മണിക്കൂർ പിന്നിട്ടു. ചോർച്ച പരിഹരിച്ചെങ്കിലും ടാങ്കറിൽ നിന്ന് ഇന്ധനം മാറ്റിയിട്ടില്ല. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വൈദ്യുതി ഇല്ല. മാത്രവുമല്ല, ആളുകൾക്ക് പാചകം നടത്തി വിശപ്പടക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കുടിവെള്ളത്തിലടക്കം നമുക്ക് ഇതിൻ്റെ രൂക്ഷമായ ഗന്ധം ഉണ്ട്. മാത്രവുമല്ല, ഡീസലിൽ ഈ തോടിലെ വെള്ളവുമായി കലർന്ന ഡീസൽ ഈ പ്രദേശത്തുള്ള നമ്മുടെ ചിറ്റാർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് അതിൽ വല്ലാത്ത പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ കുളിക്കുന്നതിനും കുടിക്കുന്നതിനും പോലും ഈ തോട്ടിലെയും മറ്റു ആറ്റിലെയും വെള്ളം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വൈദ്യുതി പൂർണ്ണമായി നിലച്ചിരിക്കുന്നു. MT പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇന്ധന ചോർച്ച പരിഹരിച്ചിട്ടുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് ഈ 12 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇത് ടാങ്കറിൽ നിന്ന് ഇന്ധനം മാറ്റാത്തത്? ആളുകളുടെ ബുദ്ധിമുട്ട് എത്രയാണ് എന്നത് അവർ വിവരിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും അനുജ, കാരണം ഈ കിളിമാനൂർ തട്ടത്തുമലയിലുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് തട്ടത്തുമല ഭാഗത്ത് ടാങ്കർ ലോറി മറിയുന്നത്. ഈ മറിഞ്ഞ് 12 മണിക്കൂർ പിന്നിട്ടിട്ടും ഈ ടാങ്കർ ലോറി അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഈ ടാങ്കറിലുണ്ടായിരുന്ന ഇന്ധനം മാറ്റുന്നതിനോ സാധിച്ചിട്ടില്ല. ഇതിൽ വിശദീകരണമായ അധികൃതർ പറയുന്നത് ഈ ടാങ്കർ ലോറി ഉയർത്താൻ തക്ക ക്രെയിൻ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നതാണ്. ഈ ടാങ്കർ ലോറി അവിടെ നിന്ന് ഉയർത്തിയ ശേഷം മാത്രമേ ടാങ്കർ ലോറിയിൽ നിന്ന് ഇന്ധനം മറ്റ് ടാങ്കറിലേക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ. പക്ഷേ അത്രത്തോളം ഭാരമേറിയ ടാങ്കറിനെ വഹിക്കാൻ ശേഷിയുള്ള ഒരു ക്രെയിൻ ഇതുവരെയും ലഭ്യമായിട്ടില്ല. അതിനുവേണ്ടിയുള്ള നടപടികൾ, അന്വേഷണങ്ങൾ നടക്കുന്നു എന്നതാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് നൽകുന്ന വിശദീകരണം. അതേസമയം ഈ മേഖലയിൽ വൈദ്യുത ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ ഇന്ധനം ഈ തോട്ടിലേക്ക് മറിയുന്ന ടാങ്കർ തോട്ടിലേക്ക് മറിയുന്ന ഘട്ടത്തിൽ ഇന്ധനം തോട്ടിലേക്ക് ഒഴുകിപ്പോയിരുന്നു. ഇത് സമീപത്ത് കൂടി വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാർ ഈ തീ കത്തിക്കരുതെന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഇപ്പോഴും വലിയ ആശങ്കയിലാണ്. ഈ ആശങ്ക ഇതുവരെയും അകന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവിടെ നിന്ന് ഈ ടാങ്കർ മാറ്റണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാരും ഒപ്പം ജനപ്രതിനിധികളും പറയുന്ന കാര്യം. ഇത്രയും വേഗം ഇതിലുള്ള നടപടികൾ പൂർത്തീകരിക്കുമെന്നതാണ് ഫയർഫോഴ്സും IOC ഉദ്യോഗസ്ഥരും പറയുന്ന കാര്യം. പക്ഷേ ആ നടപടികൾ ഇന്ധന ചോർച്ചയുണ്ടായ ടാങ്കർ ലോറി 12 മണിക്കൂർ കഴിഞ്ഞിട്ടും മാറ്റാത്തത്. ചോർച്ച പരിഹരിച്ചിട്ടുണ്ട്, പക്ഷേ ടാങ്കറിൽ നിന്ന് ഇന്ധനവും മാറ്റിയിട്ടില്ല.